ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ സെക്യൂരിറ്റി റിസ്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ ടൈപ്പിലുള്ള സെക്യൂരിറ്റി റിസ്കുകൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് സെക്യൂരിറ്റി റിസ്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഒന്ന് ഡാറ്റ ലോസിൻ്റെ ഇഷ്യൂ നമ്മൾ പറഞ്ഞു, പിന്നെ ഇൻ്റർഫേസ് ഹാക്കിംഗ് ഇഷ്യൂ പറഞ്ഞു, പിന്നെ ഇൻസെക്യൂർഡ് ആയിട്ടുള്ള APIs എന്നുള്ളൊരു ഇഷ്യൂ പറഞ്ഞു, പിന്നെ ഡാറ്റ ബ്രീച്ച് ഉണ്ട്, വെൻഡർ ലോക്ക്ഡ് ഇൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഡീറ്റെയിൽഡ് ആയിട്ട്. ഇന്ന് നമുക്കതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന സെക്യൂരിറ്റി റിസ്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്യൂരിറ്റി റിസ്ക് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഇൻക്രീസ്ഡ് കോംപ്ലക്സിറ്റി സ്ട്രെയിൻസ് IT സ്റ്റാഫ്. അതായത് ഈ ക്ലൗഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലൗഡ് സർവീസസ് പെർഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ IT സ്റ്റാഫിനെ സംബന്ധിച്ച് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ്. കാരണം ഒരുപാട് സർവീസസ് അല്ലെങ്കിൽ ഒരുപാട് ഓപ്പറേഷൻസ് അതിൽ പെർഫോം ചെയ്യാണ്ട്, മൈഗ്രേഷൻ, ഇൻ്റഗ്രേഷൻ, ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഈ IT സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഒരുപാട് സ്ട്രെയിൻസ് ഉണ്ടാക്കുന്നുണ്ട്. IT സ്റ്റാഫ് മസ്റ്റ് റിക്വയർ ദ എക്സ്ട്രാ ക്യാപ്പബിലിറ്റി ആൻഡ് സ്കിൽ. അതായത് ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ക്യാപ്പബിലിറ്റിയും സ്കില്ലൊക്കെ ഉള്ള IT സ്റ്റാഫിനെ തന്നെ യൂസ് ചെയ്യാൻ വേണം. അവരത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി വരുന്നത് പലപ്പോഴും ഇതൊരു സെക്യൂരിറ്റി റിസ്ക് ആണ്. മാത്രമല്ല ഇത് മാനേജ് ചെയ്യാനും ഇൻ്റഗ്രേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും, പ്രത്യേകിച്ച് ഈ ഡാറ്റ ക്ലൗഡിനകത്തായതുകൊണ്ട് തന്നെ ഇത്രയും ഓപ്പറേഷൻസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ IT സ്റ്റാഫിന് വരുന്ന സ്ട്രെയിൻസ് ആണ് പിന്നെ വരുന്നൊരു സെക്യൂരിറ്റി ഇഷ്യൂ. അപ്പോൾ അത്രയും അവർ അതിനകത്ത് റിസ്ക് എടുത്താലും വരാവുന്ന ഇഷ്യൂസ് അതിൻ്റെ പുറമേ ഉണ്ട്. അപ്പോൾ അതാണ് വരുന്ന ഒരു സെക്യൂരിറ്റി റിസ്ക് എന്ന് പറയുന്നത്. പിന്നെ സ്പെക്ട്ര ആൻഡ് മെൽറ്റ് ഡൗൺ. പിന്നെ വരുന്ന ഒരു ഇഷ്യൂ ആണ് ഈ സ്പെക്ട്ര ആൻഡ് മെൽറ്റ് ഡൗൺ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താ നടക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരാളുടെ ഡാറ്റ, ഒരു ഓർഗനൈസേഷൻ്റെ ഡാറ്റ അല്ലെങ്കിൽ ഒരാളുടെ ഒരു പേഴ്സണൽ ഡാറ്റ ഒരു പക്ഷേ കറൻ്റ്ലി ചിലപ്പോൾ വേറൊരു കമ്പ്യൂട്ടറിലൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വരും. നമുക്കറിയാം ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് അതൊക്കെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റുകളാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ചില പ്രോഗ്രാംസ് വെച്ചിട്ട് ആ ഡാറ്റ വ്യൂ ചെയ്യാനും ഡാറ്റ സ്റ്റീൽ ചെയ്യാനൊക്കെ ഉള്ള ഒരു ചാൻസസ് വരുന്നുണ്ട്. അതിനാണ് നമ്മൾ സ്പെക്ട്ര ആൻഡ് മെൽറ്റ് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റൻ്റെ പ്രത്യേകത, നമ്മൾ ഈ ക്ലൗഡിനകത്തുള്ള ഡാറ്റൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പേഴ്സണൽ കമ്പ്യൂട്ടറിനകത്തും മൊബൈൽ ഡിവൈസിനകത്തും ക്ലൗഡിനകത്തൊക്കെ അതിനെന്ത് ചെയ്യാൻ കഴിയും, റൺ ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരാളുടെ കമ്പ്യൂട്ടറിൽ ഇന്ന ആളുടെ ഡാറ്റ റൺ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അവർക്ക് അതിൻ്റെ പാസ്വേഡ് സ്റ്റോർ ചെയ്യാൻ കഴിയും. പേഴ്സണൽ ഇൻഫോർമേഷൻസ് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും. ഇമേജസ്, ഇമെയിൽസ്, ബിസിനസ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവരുടെ മെമ്മറിയിൽ വേണമെങ്കിൽ അവർക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ സ്പെക്ട്ര ആൻഡ് മെൽറ്റ് ഡൗൺ എന്നുള്ള ഒരു ഇഷ്യൂ വരുന്നത്. അതായത് അവർക്ക് പിന്നെ അത് എന്ത് പർപ്പസിന് വേണമെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് ഈ വരുന്ന സ്പെക്ട്ര ആൻഡ് മെൽറ്റ് ഡൗൺ എന്ന് പറയുന്ന സെക്യൂരിറ്റി റിസ്ക്. പിന്നെ വരുന്നതാണ് ഡീനിയൽ ഓഫ് സർവീസ് അറ്റാക്സ്. എന്താണ് ഈ ഡീനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സർവീസ് ഡിലേ ആവാന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന വലിയൊരു പ്രശ്നം. പ്രത്യേകിച്ച് ഇപ്പോൾ വലിയൊരു ഓർഗനൈസേഷൻ്റെ കേസ്, ലാർജ് ഓർഗനൈസേഷൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ വെബ് സർവേഴ്സ് കുറച്ചുകൂടി ബിസി ആയിരിക്കും. നമുക്ക് സർവേഴ്സ് ആക്സസ് ചെയ്യുന്ന ബുദ്ധിമുട്ട്, ഒരുപാട് ടു മച്ച് ട്രാഫിക് ഇഷ്യൂസ്, അങ്ങനത്തെ ഒക്കെ വരുന്നതിനെയാണ് നമ്മൾ ഈ ഡീനിയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന അറ്റാക്ക് ചെയ്യുന്ന അറ്റാക്കേഴ്സിന് ഈസി ആയിട്ട് അതവിടെ അവർക്ക് അവരുടെ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ കഴിയും. അതായത് ഇപ്പോൾ ഡാറ്റ ലോസ് ആയിട്ടുണ്ടെങ്കിൽ റിക്കവർ ചെയ്ത് തരാം, ഇത്ര എമൗണ്ട് ഓഫ് മണി വേണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ചാർജ് ചെയ്തിട്ടൊക്കെ അവർക്ക് അവിടെ ബെനിഫിറ്റ് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഒരു കാര്യം. DoS attack occur when the system receive too much traffic to buffer the server. അതായത് ഈ ഡീനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് വരുന്നത് ഒരു സിസ്റ്റം ഒരു സെർവർ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ടു മച്ച് ട്രാഫിക് വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം മെയിനായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഇത്തരം DoS അറ്റാക്കേഴ്സ് ടാർഗറ്റ് ചെയ്യുന്നത് ലാർജ് ഓർഗനൈസേഷൻ്റെ വെബ് സെർവേഴ്സാണ്. അപ്പോഴല്ലേ അവർക്ക് ഈ ഒരു ടു മച്ച് ട്രാഫിക് എന്നുള്ള ഒരു ഇഷ്യൂ കൊണ്ട് ഇത്തരം ഒരു അറ്റാക്ക് പോസിബിൾ ആവുള്ളൂ. അതായത് ബാങ്കിങ് സെക്ടേഴ്സ്, മീഡിയ കമ്പനീസ്, ഗവൺമെൻറ് ഓർഗനൈസേഷൻസൊക്കെയാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഡാറ്റ അവർക്ക് ലോസ് ആകുമ്പോൾ ഈ DoS അറ്റാക്കേഴ്സ് അവിടെ വന്നിട്ട് അവർക്ക് വേണ്ട എമൗണ്ടൊക്കെ ചാർജ് ചെയ്തിട്ട് ഡാറ്റ ഹാൻഡിൽ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ വരുന്ന അടുത്ത പോയിൻ്റ് അക്കൗണ്ട് ഹൈജാക്കിംഗ് ആണ്. അക്കൗണ്ട് ഹൈജാക്കിംഗ് എന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്തുള്ള വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സെക്യൂരിറ്റി റിസ്ക് ആണ്. ഒരു ഇൻഡിവിജ്വൽ യൂസറിൻ്റെ ഡാറ്റ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു യൂസറിൻ്റെ അക്കൗണ്ട് അത് ആക്സസ് ചെയ്യുക, അത് മിസ്യൂസ് ചെയ്യുക, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ്
അക്കൗണ്ട് ഹൈജാക്കിംഗ് അത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി പ്രോബ്ലം തന്നെയാണ്. കാരണം അതുകൊണ്ടുണ്ടാവുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. It is the process in which individual users or organizations cloud account, that is bank account ആവാം, ഇമെയിൽ അക്കൗണ്ട് ആവാം, സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആവാം, ഏത് അക്കൗണ്ട് ആയാലും ഒരു ഹാക്കർ അത് സ്റ്റീൽ ചെയ്ത് കഴിയുന്നതോടുകൂടി അവിടെ അവർക്കത് പിന്നെ അവരുടെ പർപ്പസിന് യൂസ് ചെയ്യാവുന്നൊരു സാഹചര്യം വരികയാണ്. സോ ദ ഹാക്കർ യൂസ് ദ സ്റ്റോളൻ അക്കൗണ്ട് ടു പെർഫോം അൺഓതറൈസ്ഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഹാക്കർ ഈ അക്കൗണ്ട് സ്റ്റീൽ ചെയ്തിട്ട് അവർക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അവരുടെ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് പിന്നീട് വരുന്ന ഒരു സെക്യൂരിറ്റി റിസ്ക്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സെക്യൂരിറ്റി റിസ്കുകൾ. ഒരുപാട് ഡാറ്റ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കൺസെപ്റ്റുകൾ. ഫസ്റ്റ് എന്തായിരുന്നു, ഡാറ്റ ലോസ് ആയിരുന്നു. പിന്നെ വന്നിരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കേട്ടോ. പിന്നെ ഡാറ്റ ബ്രീച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഇൻ്റർഫേസ് ഹാക്കിങ്, അതേപോലെ API ഇൻസെക്യൂരിറ്റീസ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ വീഡിയോയിൽ. പിന്നെ വന്നൊരു പോയിൻ്റായിരുന്നു വെൻഡർ ലോക്കഡിന്, അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻക്രീസ്ഡ് കോംപ്ലക്സിറ്റി സ്ട്രെയിൻസ് IT സ്റ്റാഫാണ്. അതായത് ഈ ക്ലൗഡ് സർവീസസ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ IT സ്റ്റാഫിന് വരുന്ന ഒരു സ്ട്രെയിൻ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ആണ് ഒരു സെക്യൂരിറ്റി റിസ്ക്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻസെക്യൂരിറ്റീസാണ് ഫസ്റ്റ് വണ്. പിന്നെ സ്പെക്ട്രം മെൽറ്റ് ഡൗൺ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണ്. അതായത് നമ്മൾ ഒരു ഡാറ്റ വേറൊരു കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളുടെ പാസ്വേഡും ഇൻഫർമേഷൻസും ഇമേജസും ഇമെയിൽസും ഡാറ്റകളും ഒക്കെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനും അത് അൺഓതറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാനും കഴിയുന്ന ഒരു സാഹചര്യമാണ് സ്പെക്ട്രം മെൽറ്റ് ഡൗൺ. പിന്നെ വരുന്നത് ഡീനിയൽ ഓഫ് സർവീസ് ആണ്. ഡീനിയൽ ഓഫ് സർവീസ് മെയിനായിട്ട് വരുന്നത് ലാർജ് ഓർഗനൈസേഷൻ്റെ കേസിലാണ്. അവിടെയാണ് ടു മച്ച് ട്രാഫിക് വരിക. അവർ സെർവറുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ടു മച്ച് ട്രാഫിക് വരും. അപ്പോൾ ഡാറ്റ അതിൻ്റെ ഇടയിൽ ലോസ് ആവാനും നഷ്ടപ്പെടാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അവിടെയാണ് DoS അറ്റാക്കേഴ്സ് പെർഫോം ചെയ്ത് അവരെ ഡാറ്റ റിക്കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് അവിടെ ചാർജ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതാണ് ഡീനിയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്, അക്കൗണ്ട് ഹൈജാക്കിംഗ് ആണ്. അതായത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി റിസ്ക് ആണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് വരുന്ന ഈ അക്കൗണ്ട് ഹൈജാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ യൂസേഴ്സിൻ്റെ ആവട്ടെ ഓർഗനൈസേഷൻ്റെ ഒക്കെ ആവട്ടെ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് കാരണം നിങ്ങൾക്ക് അറിയാം അതിൻ്റെ റിസ്ക് എത്രയാണ്. ഈവൻ ഇമെയിൽ അക്കൗണ്ട് ആണെങ്കിൽ പോലും പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെ കേസിലൊക്കെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഏതായാലും ശരി, വേറൊരാളുടെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ സ്റ്റീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏത് പർപ്പസിന് വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് അതിൻ്റെ വരുന്നൊരു വലിയൊരു ഇഷ്യൂ. അത് അവരുടെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ വരുന്ന ഏറ്റവും വലിയൊരു റിസ്ക്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സെക്യൂരിറ്റി റിസ്ക് ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ 2 വീഡിയോ ആയിട്ട് ചെയ്തത് അത്രയും ലെങ്തി വരും. ഇപ്പോൾ 8-16 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് പോകും. അപ്പോൾ നമ്മളവിടെ എന്താ ചെയ്തത്, അത് ഡിവൈഡ് ചെയ്തിട്ട് 2 വീഡിയോ ആക്കി ചെയ്തത്. അതുകൊണ്ടാട്ടോ. കൺസെപ്റ്റുകൾ സിമ്പിളാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ സിമ്പിളാണല്ലോ എഴുതിയാണ് അങ്ങോട്ട് വിട്ടു പോകരുത്. ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റുകൾ ക്ലിയറായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ബേസിൽ നിങ്ങൾക്ക് ആൻസേഴ്സൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.